ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാനൊരു വണ്ടി എടുത്തായിരുന്നു. വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു, ഹീറോയുടെ ഡ്യൂറ്റ് ആയിരുന്നു. അതെപ്പോഴും കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എക്സ്ചേഞ്ചിന് എടുത്താണ് ഈ വണ്ടി. TVS ജൂപ്പിറ്റർ i10. സൂപ്പർ വണ്ടിയാണ്. അതിന് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഇതിപ്പോൾ എനിക്ക് ഒരു രീതിയിൽ ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, പഴയ വണ്ടി. അപ്പോൾ ഞാനങ്ങനെ മാറ്റി മേടിച്ചതാണ് ഈ വണ്ടി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോയാണ് വണ്ടി എടുത്തത്. അപ്പോൾ ചേട്ടനാണ് ഫോട്ടോയൊക്കെ എടുത്തത്. അങ്ങനെ വണ്ടിയൊക്കെ വാങ്ങിച്ചു. അത് കാലടിയിൽ നിന്നാണ് കേട്ടോ, കാലടി ചിറക്കൽ മോട്ടോഴ്സിൽ നിന്നാണ് വണ്ടി എടുത്തത്. രാവിലെ പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി വണ്ടി പൂജിച്ചു. ഇനി ഈ വണ്ടീനെ കുറിച്ച് പറയാം. വണ്ടിനെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല. പക്ഷെ കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് മനസ്സിലായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവുമല്ലോ, വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയാം. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. മെയിനായിട്ട് നമ്മളിപ്പോൾ ബ്ലോക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ സെൽഫ് അടിക്കണമല്ലോ. അതായത് ഈ ഓഫാക്കിയിട്ട് പിന്നെ ഓണാക്കണം. സെൽഫ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓണാക്കണം. ഇതങ്ങനെ ചെയ്യണ്ട. ഇത് നമ്മളിപ്പോൾ കുറച്ച് നേരം അസിസ്റ്റൻറ്റിന് ഒരു ബട്ടൺ ഉണ്ട് അതിനകത്ത്. ആ ബട്ടൺ അസിസ്റ്റൻ്റ് റെഡി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനകത്ത് ഇത് ഡിജിറ്റൽ മീറ്ററാണ് കേട്ടോ. ഡിജിറ്റൽ മീറ്റർ ഉള്ളതുകൊണ്ട് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഹെൽമെറ്റ് സെൻസർ ചെയ്യില്ല, പക്ഷേ ഹെൽമെറ്റ് വെക്കാൻ പറയും. പിന്നെ അതിനകത്തുള്ളത് ഈ സ്റ്റാൻഡ്, താഴത്തെ സ്റ്റാൻഡ് നമ്മൾ ഇട്ടില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. സ്റ്റാൻഡ് ഇട്ടില്ലെങ്കിലല്ല, സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇവർ സ്വയം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അസിസ്റ്റൻ്റ് റെഡി എന്ന് പറഞ്ഞൊരു സ്വിച്ച്. ആ സ്വിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കുറേ സമയം എടുക്കുമല്ലോ ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഓണാവും, തന്നെ ഓഫാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഓണാവും. അങ്ങനെ ഒരു ഫെസിലിറ്റി, ഒരു ഫീച്ചേഴ്സ് കൂടി ഇതിനുണ്ട്. അത് നേരത്തെ വേറെ വണ്ടികൾക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിന് അങ്ങനെയുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ബ്ലോക്കിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ തന്നെ കുറേ സമയം എടുക്കണ സമയത്തൊന്നും നമുക്കത്ര പ്രശ്നം വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, ചാർജർ കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ലൈറ്റാണ്, നൈറ്റും പകലൊക്കെ. പിന്നെ ഇതിൻ്റെ പിന്നെ ഒരു ചെറിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് ചെറുതാണ്. ഒരു 500 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ടാങ്ക് മൊത്തം നിറയും. പക്ഷേ മറ്റേ ഹീറോയുടെ ഒരു 850 വരെയും പെട്രോൾ അടിച്ചിട്ടുണ്ട് ഫുൾ ടാങ്ക്. അത്രയൊന്നും ഇതിൽ കയറില്ല. ഇതിലൊരു 550-500 ആകുമ്പോഴത്തേക്കും ടാങ്ക് ഫുള്ളാവും. പിന്നെ നമുക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നല്ല സ്പേസ് ഉണ്ട്. അതിപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ എന്തെങ്കിലും അത്യാവശ്യമുള്ള അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഫോണൊക്കെ അത്യാവശ്യം നമുക്ക് എടുക്കണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതൊക്കെ തൊട്ടടുത്ത് താക്കോലിൻ്റെ താഴെ ഒരു ബോക്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോണൊക്കെ എടുത്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തൊക്കെയാണെങ്കിൽ അങ്ങനെ വെക്കാം. അതുകൊണ്ട് എനിക്ക് ഈ സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. എന്തായാലും ഞാൻ പോകുമ്പോൾ ഫോൺ ബെല്ലടിക്കും. അപ്പം നമ്മൾ ആരാന്നറിയില്ല. പിന്നെ നമ്മൾ ഫോണൊക്കെ ബാഗൊക്കെ തുറന്ന് നോക്കി ഫോണൊക്കെ എടുത്ത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലുള്ള സ്പേസ് അത് പറയേ വേണ്ട. ഒരു 2 ഹെൽമെറ്റ് വെക്കാമെന്നാണ് പറയണത്.
പക്ഷെ ഒരു ഹെൽമെറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളൂ, ബാക്കിയൊരു ബാഗാണ് എൻ്റെ. ഇത് ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്തെ എൻ്റെ ടൂൾസും കാര്യങ്ങളെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ബ്ലഡ് ഹോം കളക്ഷൻ ഉണ്ട്, ബ്ലഡ് എടുക്കാൻ പോകലൊക്കെ ഉണ്ട് ഞാൻ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഈ ബാഗിലിരിക്കുന്നത്. അപ്പോൾ ഇതെപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവണം. എപ്പോഴാണ് കളക്ഷന് പോകാൻ പറ്റുകയെന്ന് അറിയില്ലല്ലോ വിളിക്കണ സമയത്ത്. അപ്പോൾ അന്നേരം എടുത്ത് വെച്ചേക്കണം. പിന്നെ ചെറിയ ചോറുണ്ണണ പാത്രവും കറിപ്പാത്രവും ചെറിയ പേഴ്സും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളൂ. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ ഇപ്പം സ്ഥലം ഉള്ളതുകൊണ്ട് എല്ലാം തന്നെ എടുത്ത് വെക്കും. സത്യം പറയാലോ, ഇപ്പം ഇഷ്ടംപോലെ സ്ഥലമല്ല വണ്ടിക്കകത്ത്, അപ്പോൾ അതുകൊണ്ടെല്ലാം എടുത്ത് വയ്ക്കും അങ്ങനെ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് കണ്ട, ഹെൽമെറ്റ് വയ്ക്കാം, ഒരു വലിയ ഹെൽമെറ്റ് ഒരു കുഞ്ഞ് ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ പറഞ്ഞ മാതിരി വലിയ ഹെൽമെറ്റ് 2 എണ്ണമൊന്നും അതിനകത്ത് കയറൂല, അടയ്ക്കാൻ പറ്റൂല, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു വലിയ ഹെൽമെറ്റും ഒരു ചെറിയ ഹെൽമെറ്റും ഒക്കെ വയ്ക്കാം. പിന്നെ എൻ്റെ ബാഗിൽ എന്താണെന്നുള്ളത് കണ്ടോട്ടാ, അതിനകത്ത് കുറേ പഞ്ഞിയും അങ്ങനെ ഗ്ലൂക്കോസ് പൊടി, ബെൽറ്റ്, ബ്ലഡ് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്, വേറെ ഒന്നുമില്ല. സിറിഞ്ച്. ഞാൻ ഇടയ്ക്ക് ഇവിടെ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ രാവിലത്തേക്ക് പെട്ടെന്ന് ചിലപ്പോൾ വെളുപ്പിനൊക്കെ പോകേണ്ടി വരും. അന്നേരം പോകുമ്പോൾ സാധനം കയ്യിലുണ്ടാവില്ല, ലാബിൽ നിന്ന് എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തന്നെ കയ്യിൽ വെച്ചേക്കാൻ പറഞ്ഞിട്ട് തന്നേക്കണതാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പെരുമ്പാവൂർ മെഡിടെക്കിലാണ്. കണ്ടോ, ആ ബാഗാണ് ഈ ബാഗ്, മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ. അവിടുത്തെ ബാഗാണ്, സ്വന്തമായിട്ട് തന്നെയാണ് സാർ കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് വണ്ടിയുടെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ, എൻ്റെ കാര്യങ്ങൾ കേട്ടോ. എല്ലാം കൊണ്ടും വണ്ടി അടിപൊളിയാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്, ഇതിലങ്ങനെ ഭയങ്കര സ്മൂത്താണ്. നമ്മൾ കാറിലൊക്കെ പോയി ഇരുന്ന് പോവില്ലേ, ആ ഒരു ഫീലിംഗ് ഉണ്ട് ഈ വണ്ടിയിലിരിക്കുമ്പോൾ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.